ദിവസം പോകും തോന്നുന്നുണ്ടോ? പിന്നെ പറയുന്നില്ല. കളിച്ചു പോവാണെങ്കിൽ ഏറ്റവും നല്ലപോലെ കളിക്കുന്നവരൊക്കെ നിൽക്കും. വൈൽഡ് കാർഡ് കേറിയത് കിച്ചു കണ്ടില്ലേ? അവര് കേറിയപ്പോ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുപോലെ തോന്നുന്നുണ്ട് അമ്മ. കുഴപ്പമില്ല. വൈൽഡ് കാർഡ് കേറിയതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളേ? വലുകാറ് എല്ലാം മോശം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം. കുറേ ദിവസമായി റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം ബിഗ് ബോസ് നടക്കുന്നുണ്ട്. ബിഗ് ബോസ് പരമായിട്ടുള്ള കുറച്ച് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. റിയാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ബിഗ് ബോസിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തു വെച്ച് സംസാരിക്കുന്നു. അപ്പം ഇനി ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇനി റിയാക്ഷൻ വീഡിയോ ഒക്കെ മെയിനായിട്ട് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം രേണുസുധിയുടെ ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് തങ്കച്ചൻ, രേണുസുധിയുടെ മകൻ ഋതപ്പൻ, അതുപോലെ കിച്ചു സുധിയുടെ കൊല്ലം സുധിയുടെ മകൻ കിച്ചു, പിന്നെ രേണുവിൻ്റെ ചേച്ചി, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇവരൊരു ഇൻ്റർവ്യൂ ഇപ്പം മെയിൻ സ്ട്രീം ആണെന്ന് പറഞ്ഞൊരു ചാനലിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ രേണുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുതിയ ഇൻ്റർവ്യൂ ആണ്, അതിന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം വീഡിയോയിലോട്ട് പോവാം. അപ്പം കുറേ ദിവസമായി റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ടച്ചൊക്കെ അങ്ങോട്ട് പോയി. അപ്പം എന്തായാലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ചേച്ചിക്ക് പറയാൻ ഉള്ള എന്താണെന്ന് ആദ്യം നമുക്ക് കേൾക്കാം. ഞാൻ നേരത്തെ ചോദിച്ച പോലെ ഈ ഓണം സ്പെഷ്യൽ ആക്കുന്നത് എന്തായിരിക്കും? ബിഗ് ബോസിൽ പോയത് തന്നെയായിരിക്കും. ഇപ്പൊ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുപോലെ തോന്നില്ലേ? അതെ അതെ തോന്നുന്നുണ്ട്. വൈൽഡ് കാർഡ് വന്നപ്പോഴാണ് അങ്ങനെ ആയത്. ചേച്ചി കണ്ടപ്പോ എന്താ തോന്നിയതൊക്കെ? സന്തോഷം തോന്നി, കുറച്ച് ആക്റ്റീവ് ആയല്ലോ. ഇങ്ങനെ ഇത്തരത്തിൽ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് നിന്നാല് 100 ദിവസം പോകും തോന്നുന്നുണ്ടോ? ഇങ്ങനെ നിന്നാ പോകും തോന്നുന്നു. അപ്പൊ ഇത്രയും ദിവസം ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇരുന്നപ്പോ ചേച്ചി എന്താ വിചാരിച്ചേ? ഒരു സൈഡിൽ മാത്രമായിരുന്നില്ലേ ഒരു ക്യാമറ സ്പേസ് കിട്ടാതെ? അപ്പൊ ചേച്ചി എന്താ വിചാരിച്ചേ? പെട്ടെന്ന് ഇറങ്ങുന്നോ അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? പെട്ടെന്ന് ഇറങ്ങുമായിരിക്കും വിചാരിച്ചിട്ട്. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹതാപമുണ്ട് കേട്ടോ, വിഷമമുണ്ട്. ആ ചേച്ചിയുടെ ഒക്കെ ഫേസ് ഇരിക്കുന്നുണ്ടോ, എന്തുമാത്രം ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് ഒരു വ്യക്തിയും കൂടാണ്. ഇവരെക്കാളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ജനങ്ങൾ. അപ്പം ജനങ്ങളെക്കാളും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് രേണുവിൻ്റെ ഫാമിലി ആയിട്ടുള്ള ഇവർ. ഇപ്പം മറ്റുള്ള വിഷയങ്ങളൊക്കെ ഇപ്പം കളയാം, കാരണം ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മറ്റുള്ള ആൾക്കാരെ, ഇപ്പം ഇവർക്ക് സഹായിച്ച ആൾക്കാരെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം നമുക്ക് വിടാം. ഇപ്പോൾ രേണുസുധി ബിഗ് ബോസിനകത്താണല്ലോ നിൽക്കുന്നത്. പിന്നെ ഈ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെ നമ്മൾ ക്രൂശിക്കേണ്ട കാര്യമില്ല. കാരണം രേണുസുധി ചെയ്ത തെറ്റിനകത്ത് ഇവരെയും കൂടെ നമ്മൾ ക്രൂശിക്കേണ്ട കാര്യമില്ല. പിന്നെ തങ്കച്ചൻ്റെ കാര്യം, തങ്കച്ചൻ ഒരു കോമഡി പീസാണ്, അത് വേറെ കാര്യം. അപ്പോൾ തങ്കച്ചൻ ഇതുപോലെ തങ്കച്ചന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പുള്ളി എല്ലാം അതിനെ പറ്റിയിട്ട് ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഓന്തിൻ്റെ സ്വഭാവം കാണിച്ചെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പം രേണുസുധിയുടെ ചേച്ചിയുടെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം, അത്രയ്ക്കും ദേഷ്യം, സങ്കടം, എന്തെങ്കാടെയൊക്കെ ഉണ്ട്. രേണുവിനെ പിടിച്ചു കഴിഞ്ഞാൽ 2 കാലി പിടിച്ച് വലിച്ചീറി കീറി വെച്ചിട്ട് ഇല്ല ഭരണിക്കകത്ത് ഉപ്പിലിട്ട് വയ്ക്കുന്ന അവസ്ഥയിലെ ഒരു ഫീലിങ്സ്, രോഷമാണ് ഇപ്പം ഇവരെല്ലാവരും മുഖത്തുള്ളത്. സങ്കടമെന്ന് വെച്ചാൽ സങ്കടമുണ്ട്, ദേഷ്യം എന്ന് വെച്ചാൽ ദേഷ്യമുണ്ട്. ഈ പെണ്ണ് അവിടെ പോയിട്ട് എന്ത് തേങ്ങാക്കൊലയാണ് കാണിച്ചു കൂട്ടുന്നതാണ് ഇപ്പോൾ അവരെ മനസ്സിലല്ല. ഇത്രയും ഒരു ചാൻസ് കിട്ടിയിട്ട്, ഒരു അവസരം കിട്ടിയിട്ട് അത് വിനിയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയത്തില്ല അല്ലേ? അപ്പോൾ അവർ സത്യം പറഞ്ഞാൽ അവർക്ക് അത് പറയുന്നതിൽ തന്നെ അവർക്ക് വിഷമമുണ്ട്, സങ്കടമുണ്ട്, അതിലൊരു ദേഷ്യമുണ്ട് ഈ രേണുവിനോട്. ഇത്രയും സോഷ്യൽ മീഡിയയിൽ കിടന്ന് കൂത്താടിയിട്ട് ഇത്രയും അതും ഇതൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് അവിടെ ചെന്ന് നശിപ്പിച്ച് കളയുന്നത്. ചേച്ചി പറയണു ഓണമായിട്ട് സന്തോഷമുണ്ട്, രേണുസുധി ബിഗ് ബോസിൽ പോയതിൻ്റെ സന്തോഷമുണ്ടെന്ന് പറയുന്നുണ്ട്. പേടിക്കണ്ട, ഓണം അത്തം 10-ന് രേണുസുധി വീട്ടിൽ എത്തിയിരിക്കും കേട്ടോ, പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട്. ഇപ്പം തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് കിടന്ന് പറയുന്നുണ്ട് എനിക്ക് വീട്ടിൽ പോകണമെന്ന്. പേടിക്കണ്ട ചേച്ചി, സഹോദരി, നിങ്ങൾ നോക്കിക്കോ, അത്തം 10-ൻ്റെ അന്ന് നിങ്ങൾ വാതിൽ തുറക്കുമ്പോൾ രേണുസുധി അവിടെ കാണും. നാളെയും മറ്റന്നാളും ലാലേട്ടൻ്റെ എപ്പിസോഡിൽ മിക്കവാറും വീട്ടിൽ പറഞ്ഞു വിടാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി കിച്ചു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കിച്ചു കുറച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ല. രേണുവിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ കിച്ചു എന്താ പറയുന്നതെന്ന് ആദ്യം നോക്കാം. കുറെ വൈൽഡ് കാർഡ് കേറിയത് കിച്ചു കണ്ടില്ലേ? അവര് കേറിയപ്പോ കുറച്ചും കൂടി ആക്റ്റീവ് ആയതുപോലെ തോന്നുന്നുണ്ട് അമ്മ. കുഴപ്പമില്ല. ഈ വൈൽഡ് കാർഡ് കേറിയതിൽ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? അങ്ങനെ ഞാൻ എല്ലാരും ഒന്നും കണ്ടൊന്നുമില്ല, ഈ റീൽസിൽ വരുന്ന എപ്പിസോഡ്സ് ഉണ്ടല്ല, റീൽസ് കണ്ടപ്പോ മനസ്സിലായില്ല ആരൊക്കെയാ കേറിയത്. എനിക്കങ്ങനെ ആരും പ്രത്യേകിച്ച് ആരും ഇഷ്ടപ്പെടാൻ. ഇപ്പോഴും നെവിൻ തന്നെയാണോ ഫേവറേറ്റ്? ആണ്. ഈ നമ്മുടെ മസ്താനി കേറിയപ്പോഴാണ് കുറച്ചും കൂടി പുള്ളിക്കാരത്തി കുറച്ച് ക്യാമറ സ്പേസ് കിട്ടിയെന്ന് പറയുന്നുണ്ടാണോ?
ഞാൻ പറഞ്ഞില്ല ഇതിനെ കുറിച്ച് പറയാനായിട്ട് കണ്ടാലേ നമ്മൾ പറയാൻ പറ്റും. റീലിൽ കാണുന്ന ഇതേ ഉള്ളൂ എനിക്ക്. റീലിലൊക്കെ ഭയങ്കര വരലാണല്ലോ അമ്മയുടെ ഡാൻസ് ഒക്കെ. സൂപ്പർ ആയിട്ടുണ്ട്. ഓ സത്യം പറഞ്ഞാണ്ടല്ലേ എൻ്റെ കിച്ചുമോനെ, നീ എന്തെങ്കിലും ഒന്ന് മൊഴിയുടെ അഞ്ഞെങ്കിലും നീ എന്തെങ്കിലും മൊഴി. നീ രേണു അമ്മ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേ കുഴപ്പമില്ല. ഇത് തന്നെയാണ് കിച്ചുവിൻ്റെ കാര്യങ്ങൾ. കിച്ചുവിൻ്റെ വായിന്ന് വരുന്ന കിച്ചുവിന് സത്യം പറഞ്ഞാൽ കിച്ചുവിൻ്റെ അവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും അല്ല, കഴിച്ചിട്ടൊരു പഴഞ്ഞല്ലുണ്ടല്ലോ, കഴിച്ചിട്ട് തുപ്പാനും പറ്റത്തില്ല, മധുരിച്ചിട്ട് ഇറക്കാനും പറ്റാത്തൊരവസ്ഥയാണ് കിച്ചുവിൻ്റെ അവസ്ഥ. ഒന്നും പറയാനും പറ്റത്തില്ല, പറയാതിരിക്കാനും പറ്റത്തില്ല, ആ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, എനിക്കൊന്നും പറയാനില്ല. ഓക്കെ, അത് പോട്ടെ, അത് നമ്മൾ കിച്ചു ആയതുകൊണ്ട് നമ്മൾ വിട്ടേക്കുന്നു. ഇനി നമ്മളെ ദശാവതാരത്തിനോടാണ് ചോദ്യം ചോദിക്കുന്നത്. ദശാവതാരം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ ആരാന്ന്, നമ്മളെ തങ്കച്ചൻ പറയുന്നതും കൂടെ കേട്ടു നോക്കാം. അല്ലായിരുന്നു. നല്ല രസമായിരുന്നു. ഈ വൈൽഡ് കാർഡ് കേറിയപ്പോഴാണ് രേണു ചേച്ചി കുറച്ചുകൂടി ആക്റ്റീവ് ആയത് അല്ലേ? ആ ഇത്തരത്തില് ഇങ്ങനെ ആക്റ്റീവായിട്ട് കളിച്ചു പോയാല് 100 ദിവസം പോകും തോന്നുന്നുണ്ടോ? എന്നെ പറയുന്നില്ല, കളിച്ചു പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലപോലെ കളിക്കുന്നവരൊക്കെ നിൽക്കും. അതെ. അച്ഛന് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? രേണു ചേച്ചി അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് നമ്മളെ മകളുള്ളതുകൊണ്ട്, മോളായതുകൊണ്ട് മോൾക്ക് മറ്റുള്ള എല്ലാവരും ഇഷ്ടമാണ്. അമ്മയ്ക്കോ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അവതാരിക ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കപ്പ് തൂക്കുമോ എന്ന് ചോദിക്കുന്നതിന് ചോദ്യത്തിന് എൻ്റെ കൈ കിട്ടിയുണ്ടല്ലേ, ഞാൻ തുപ്പി ഞാൻ അടിക്കും. അത്രയ്ക്ക് ദേഷ്യമുണ്ട്. തങ്കച്ചൻ്റെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം രേണുസുതി അവിടെ കാണിച്ച് കൂട്ടുന്നത് എന്താണ്. സത്യം പറഞ്ഞ ഇന്റർവ്യൂവിന് കൊടുക്കാൻ പോലും അവരുടെ തൊലി ഉരിഞ്ഞു പോവാണെന്ന് തോന്നുന്നു കേട്ടോ. രേണുസുതി അവിടെ എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു ചെറിയൊരു കണ്ടന്റ് കൊടുത്താൽ മതി, ഒന്നും വേണ്ട, ചെറിയൊരു കണ്ടന്റ് കൊടുത്താൽ ഒന്ന് അവിടെ ഒരു ചൂലെടുത്ത് മിറ്റൊന്ന് തൂത്താൽ മതി. അതെങ്കിലും ഒരു കണ്ടന്റ്, അതെങ്കിലും അങ്ങനെ ചെയ്താൽ തന്നെയും ബിഗ് ബോസ് അത് എയറായിട്ട് വിടും, പുറത്തോട്ട് വിടും. ഇത് അതുപോലും ചെയ്യുന്നില്ല. അവിടെ ഒരു എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്ത് കയറി കിടന്ന് ചുരുണ്ടൂരി കിടന്നിട്ട് ഉറങ്ങി എണീച്ച് കഴിയുമ്പോഴത്തേക്ക് ബോധം വരുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ്. ഈ ഒരു അവസ്ഥയാണ് രേണുവിൻ്റെ അവസ്ഥ. അപ്പം അതൊക്കെ കൊണ്ടായിരിക്കാം തങ്കച്ചന് നല്ല ചൊറിഞ്ഞു വരുന്നുണ്ട്. കാരണം പുള്ളി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർക്ക് എല്ലാവർക്കും വിഷമമുണ്ട്, സങ്കടമുണ്ട്, സഹതാപമുണ്ട്. അതിലുപരി രേണുസുതിയെ പിടിച്ച് വലിച്ചു കീറി ഉപ്പിലിടാനുള്ള എല്ലാ ദേഷ്യവും ഉണ്ട് ഇവരുടെ അടുത്ത്. അതുപോലെ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിൽ ആരെയാണ് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എൻ്റെ മോളൊരെണ്ണം ഉണ്ടല്ലോ, മോളായതൊന്നും ഞാൻ പറയുന്നില്ല. പുള്ളിയുടെ സംസാരത്തിൽ തന്നെ എല്ലാം ഉണ്ട്. ഓക്കെ, ഇനി ചേച്ചിയുടെ ഹസ്ബൻഡ്, പുള്ളിക്കാരന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. പുള്ളിക്കാരൻ ഒരു താത്വിക ചിന്താഗത അവലോകന അങ്ങനെയൊക്കെ പറയുമല്ലോ, അങ്ങനെയുള്ളൊരു വ്യക്തിയാന്ന് തോന്നുന്നു. അപ്പം രേണുസുതി മാത്രമേ അവിടെ ഗെയിം കളിക്കുന്നുള്ളൂ എന്നുള്ളൊരു ധാരണയും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളിക്കാരന് പറയാനുള്ള ഒരു കാര്യം കൂടെ കേട്ടു നോക്കാം. ഇപ്പൊ വൈൽഡ് കാർഡ് കേറിയതിനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളേ? വൈൽഡ് കാർഡ് എല്ലാം മോശം, ഈ ഫൈനൽ 5 വരും തോന്നുന്ന 5 പേര് ആരൊക്കെ? മസ്റ്റായിട്ട് രേണു വരും, അനുമോള് വരും, അനീഷ് വരും, ഷാനവാസ്, പിന്നെ ആരും രേണുവിന്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞ കേട്ടാ, വൈൽഡ് കാർഡ് ഒറ്റൊരുത്തം കൊള്ളത്തില്ല, ഒറ്റൊരുത്തം ശരിയല്ല. അവിടെ രേണുസുതിയാണ് അവിടുത്തെ പുലി, രേണുസുതിയാണ് അവിടുത്തെ ഗെയിമർ. അതുപോലെ മസ്സാനിക്ക് എന്താണ് കാണിക്കുന്നത്, എന്തുവാടെ ഇതൊക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ പുള്ളിക്കാരൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ രേണുസുതി വല്ല അവിടെ എന്തെങ്കിലും കൊടുക്കുന്നതോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഗെയിം കളിക്കുന്നതായിട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടിട്ടാണോ ഇത് സംസാരിക്കുന്നത്? ഇതിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തോ ഒരു കാലിയും മന്ത്രമുള്ളവനെയും മറ്റൊരു കാലിയും മന്ത്രമുള്ളവനെ തിരിച്ചറിയാൻ എങ്ങനെ കണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്. ആ അവസ്ഥയാണ് പുള്ളിക്കാരെ ഇത് ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. വൈൽഡ് കാർഡ് എല്ലാം മോശമാണ്. ഈ പറയുന്ന രേണുസുതി പിന്നെ അവിടെ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? രേണുസുതി അവിടെ എന്തോ സംഭവമായിട്ട് അവിടുത്തെ കണ്ടന്റ് കൊണ്ടുപോകുന്ന രേണുസുതി അല്ലേ? അവിടെ ഉള്ള ആൾക്കാരിൽ വെച്ച് ഏറ്റവും മോശം കണ്ടസ്റ്റൻസ് രേണുസുതിയാണ്. ഏറ്റവും വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ എടുത്ത് എപ്പോഴേ വെളിയിൽ കളയേണ്ട സമയം കഴിഞ്ഞു. ഒരുപാട് പേരെ PR ടീം പോലും പുള്ളിക്കാരി വെറുത്ത് കഴിയൊഴിഞ്ഞ അവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? കേറിയൻ്റെ ഒരാഴ്ച കൊണ്ട് തന്നെ PR ടീമിനെയും വെറുപ്പിച്ച് ക്യാമറ നോക്കിയിട്ട് ഇനി മേലാൽ എൻ്റെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തേക്കല്ലേ എന്ന് പറഞ്ഞ് അതോടെ PR പരിപാടി എല്ലാം നിർത്തി. PR ടീമുകളെല്ലാം ഒരാൾ പോലും രംഗത്തോട്ട് വരുന്നില്ല.
ഇനിയിപ്പം ഉറപ്പിച്ച് പറഞ്ഞേക്കും എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി രേണുസുതിയുടെ മോനുണ്ടല്ലോ ഋതപ്പൻ പറയുന്ന, സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ഒരു പക്വത പോലും ഈ രേണുസുതിക്കില്ല. ആ കുഞ്ഞ് പറയുന്നത് നിങ്ങൾ കേട്ടു നോക്കും. സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ പക്വത പോലും, ഇത്രയും പക്വതയുള്ളൊരു കുഞ്ഞിനെ പറ്റിയിട്ടല്ലേ കുഞ്ഞ് ടി വിയിൽ കണ്ടു കഴിഞ്ഞാൽ അമ്മ മരിച്ചെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ എന്തോടെ ഇത്രയും പക്വതയുള്ളൊരു കുഞ്ഞിന്, ആ കുഞ്ഞിൻ്റെ വിവരം പോലും ഈ രേണുസുതിക്കില്ലല്ലേ, അല്ലേ? ആ കുഞ്ഞ് പറയുന്നതും കൂടെ കേട്ടു നോക്കും. ബിഗ് ബോസിന് എന്താ ഇഷ്ടം? എന്തുകൊണ്ടാ ബിഗ് ബോസിന് ഇഷ്ടം? രേണുമ്മ ഉള്ളതുകൊണ്ടാ അല്ലേ? രേണുമ്മ ജയിച്ചിട്ട് വരുവോ? കപ്പും കൊണ്ട് വരുവോ? എപ്പോഴാ കപ്പും കൊണ്ട് വരുന്നേ? 100 വർഷം കഴിയുമ്പോൾ. അതാണോ 100? 100 ഏതാ? അതാണ് 100 ദിവസം കഴിഞ്ഞ് അമ്മ കപ്പും കൊണ്ട് വരും. യെസ്. കണ്ട, അമ്മ കപ്പടിച്ചിട്ട് വരും, അമ്മ കപ്പും കൊണ്ട് വരും. ആ കുഞ്ഞ് ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇപ്പം മറ്റേ രേണുസുതിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടല്ലേ ടോപ്പ് 5 വരും രേണുസുതി. ഒന്നാമത്തെ പേരാ രേണുസുതി. അത് വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട, പുള്ളിക്കാരി വരും. അത് വേറെ കാര്യം. കാരണം എങ്ങനെ വേലും പുള്ളിക്കാരിക്ക് വോട്ട് കിട്ടുന്നുണ്ട്. ഇത് ആരുടെ വോട്ട് കൊടുക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവിടെ രേണുസുതി എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ കാണുന്നില്ല, സ്ക്രീനിലും ഒന്നിലും ഒരിടത്തും കാണുന്നില്ല. പിന്നെ അവിടെ ഈ പുള്ളിക്കാരിക്ക് വോട്ട് കൊടുക്കുന്ന ആരാണെന്നാണ് ഞാൻ ഇനി വല്ല മറ്റേ റോബോട്ടിക് പരിപാടികളാണോന്നും അറിയത്തില്ല. ഇത് വോട്ട് കൊടുക്കുന്ന ആൾക്കാർ എന്തോടെ മൊബൈൽ എടുത്തിട്ട് ഈ അവരെ ഹോട്ട്സ്റ്റാറിനകത്ത് അവരെ ഇതിനകത്ത് രേണുസുതി മാത്രമേ ഉള്ളതുകൊണ്ടാണോ ഈ അവർ രേണുസുതിക്ക് വോട്ട് കൊടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും രേണുസുതിക്ക് വോട്ട് കൊടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തായാലും അവർ ടോപ്പ് 5 കൊണ്ടുപോരും കേട്ടോ. പുള്ളിക്കാരിഞ്ഞി അവിടെ ഒന്ന്, അത് രേണുസുതിക്ക് നല്ലപോലെ അറിയാം, പുള്ളിക്കാരിഞ്ഞി അവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇല്ലെങ്കിലും പുള്ളിക്കാരിക്ക് കിട്ടാനുള്ള വോട്ട് പുള്ളിക്കാരിക്ക് കിട്ടുമെന്ന് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ. അപ്പം മറ്റേ ചേച്ചിയുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടില്ലേ, 1 രേണുസുതി, 2 ഇത് 3 ടോപ്പ് 5 വരുന്ന കാര്യമാണ്. ഓക്കെ, അത് ഇനി എന്തായിക്കോട്ടെ, ടോപ്പിൽ വരുമെന്നുള്ള കാര്യത്തിൽ നമുക്കും അറിയാടേ. കാരണം വെറുതെ ഇരുന്നാൽ മതി, ആരെങ്കിലൊക്കെ കാരണം തലയ്ക്ക് വെളിവില്ലാത്ത കുറേ ടീമുകളൊക്കെ വോട്ട് ചെയ്ത്, സത്യം പറഞ്ഞാൽ രേണുസുതിനെയൊക്കെ വോട്ട് ചെയ്യാതെ പുറത്തെടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു അല്ലേ? ഒരു എന്റർടൈനിങ് ചെയ്യിപ്പിക്കുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. പിന്നെ ഇയാളെ ഈ വ്യക്തിയെ പിന്നെ എന്തോന്ന് എടുത്തിട്ട് സപ്പോർട്ട് ചെയ്യൂടെ അല്ലേ? കണ്ടോണ്ടിരിക്കുന്നവർക്ക് എന്തോടെ കണ്ണുപൊട്ടന്മാരാണോ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ കുഞ്ഞിൻ്റെ അത്രയും പോലും വിവരം രേണുസുതിക്കില്ല. ആ കുഞ്ഞ് കണ്ട, ആ കുഞ്ഞൊക്കെ ആഗ്രഹിച്ചിരിക്കുവാണ് കപ്പ് കൊണ്ടുവരും എന്ന് പറയും. അപ്പോൾ ആ കുഞ്ഞിൻ്റെ പ്രതീക്ഷയും കൂടെയൊക്കെ അല്ലേ ഇവർ നശിപ്പിച്ച് കളയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ഇത് കാരണം ഒരുപാട് ഇതായിട്ട് എടുത്തൊരു ഫണ്ണായിട്ടാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തത്. കാരണം എനിക്ക് അവരെ ആ രേണുസുതിയുടെ ആ ഫാമിലിയുടെ ഒരു അവസ്ഥ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സഹതാപം തോന്നി. അതുകൊണ്ടാണ് ഞാൻ അധികം വിമർശിക്കാതെ ഇച്ചിരി ഒരു ഇതായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സീ യു ഗൈസ്, ഗുഡ് നൈറ്റ്.